തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങളിൽ ദൈവ പരിപാലനയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവപരിപാലന. നിന്റെ തലയിലെ ഓരോ മുടിനാരും ഞാൻ എണ്ണിയിരിക്കുന്നു. ഞാനറിയാതെ കിളിർക്കുകയില്ല, ഞാനറിയാതെ ഒഴിയുകയില്ല. ആകാശത്തിലെ പക്ഷികളെയും വയലിലെ ലില്ലിച്ചെടികളെയും നോക്കുക. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലവറയോ പത്തായമോ ഇല്ല. ദൈവം അവയെ പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലപ്പെടുന്നതുകൊണ്ട് ആയുസ്സിന് ദൈർഘ്യം ഒരു മുടം കൂടെ നീട്ടുവാൻ കഴിയുമോ? ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഓരോ മുടിനാരും എണ്ണിയ ദൈവം, ആയുസ്സിൻ്റെ ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്ത ദൈവം, ജീവൻ്റെ പുസ്തകത്തിൽ ആയുസ്സിൻ്റെ ദൈർഘ്യം കുറിച്ചവനായ ദൈവം, ആ ദൈവം വ്യക്തിപരമായി നമ്മളെ സ്നേഹിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എത്ര കോടി മനുഷ്യരാ നമ്മുടെ ഈ ലോകത്ത്. ഒരാളെ പോലെ മറ്റൊരാളില്ല. എല്ലാവരുടെയും കണ്ണൊരിടത്ത്, മൂക്കൊരിടത്ത്, ചൊടിയൊരിടത്ത്, ചെവിയൊരിടത്ത്. ഒരാളെ പോലെ മറ്റൊരാളില്ല. നടപ്പിൽ വ്യത്യാസം, സ്വരത്തിൽ വ്യത്യാസം, മൂളുന്ന ശബ്ദത്തിൽ പോലും വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ ആര് ഫോൺ വിളിച്ചാലും സ്വരം കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാമല്ലോ. അന്ധന്മാർക്ക് ക്ഷയിക്കാൻ കൊടുക്കുമ്പോൾ ആരാ ക്ഷയിക്കാൻ കൊടുത്തതെന്ന് അന്ധന് തിരിച്ചറിയാൻ പറ്റും. കാരണം ഓരോ വ്യക്തിയെയും വ്യത്യസ്തനായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരാൾക്ക് പകരം മറ്റൊരാളില്ല. എന്നെ വിളിച്ചിരിക്കുന്നത് യേശുദാസിനെ പോലെ പാട്ട് പാടാനല്ല, എൻ്റേതായ സ്വരത്തിൽ പാടുന്ന പാട്ടാണ് ദൈവത്തിനിഷ്ടം. എനിക്ക് പകരക്കാരനായി മറ്റൊരാളില്ല. ആളെപ്പോലെ ആകാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ഒരിക്കലും ഓർക്കുകയും വരുത്. കാരണം ആൾക്ക് പകരമല്ല ഞാൻ, എനിക്ക് പകരം മറ്റൊരാളില്ല, എനിക്ക് പകരം ഞാൻ മാത്രം. ദൈവം നമ്മളെ വ്യക്തിപരമായി സ്നേഹിച്ചിരിക്കുന്നു. എൻ്റേതായ പ്രത്യേകതകൾ, എൻ്റേതായ സാമർഥ്യങ്ങൾ, അതല്ലേ ഒരുപാട് കുറവുള്ള ഭർത്താവിന് നിറവുള്ള ഒരു ഭാര്യയെ കൊടുക്കും. പരസ്പരം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി കുറവുള്ള സ്ത്രീക്ക് സാമർഥ്യമുള്ള ഭർത്താവിനെ കൊടുക്കും. അതൊക്കെ ദൈവം വ്യക്തിപരമായി കരുതുകയാണ്. ആർക്കാര്, ഇന്നാർക്ക് ഇന്നാരെന്ന് ദൈവം വെച്ചിട്ടുണ്ടല്ലോ എന്ന് പണ്ട് ഒരു പാട്ട് പാടുമായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം വ്യക്തിപരമായി നമ്മളെ ഓരോരുത്തരെയും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഓർമ്മ ദൈവം അറിയുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഈ ചിന്ത കൊണ്ടാണ്. വ്യക്തിപരമായി ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് പറയുക, നിൻ്റെ ഓരോ മുടിനാരും എണ്ണിയിരിക്കുന്നു. ഇന്നേ ദിവസം ഞാൻ ചെയ്യുന്ന ജോലി, ഇന്നേ ദിവസം ഞാൻ കണ്ടുപിടുന്ന വ്യക്തികൾ, ഇന്നേ ദിവസം ഞാൻ കടന്നു പോകുന്ന അനുഭവങ്ങൾ എനിക്ക് വേണ്ടി മാത്രം വെച്ചതാണ് ഈ ലോകത്തിൽ. എനിക്ക് പകരം ചെയ്യാൻ ആർക്കും പറ്റിയാൽ. അതുകൊണ്ട് നൽകപ്പെട്ട സമയത്തിനുള്ളിൽ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ ഞാൻ തന്നെ ചെയ്തോണം. വേറെ ആർക്കും ഇത് പകരം ചെയ്യാൻ പറ്റുകയില്ല. 2 മക്ബായർ 7:22 ഒരമ്മ സ്വന്തം മക്കളോട് പറയുന്ന, മക്കളെ, നിങ്ങളുടെ അവയവങ്ങളെ വാർത്തെടുത്തതും ജീവൻ്റെ ശ്വാസം നിന്നതും ഞാനല്ല, ദൈവമാണ്. ആ ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ചത്. നമ്മുടേതായ വ്യക്തിപരമായ വ്യത്യാസങ്ങളോടുകൂടി അത് തിരിച്ചറിഞ്ഞ് ഞാൻ ചെയ്യേണ്ട ജോലി നൽകപ്പെട്ട സമയത്തിനുള്ളിൽ
വിശ്വസ്തയോടെ ചെയ്യുക. അങ്ങനെ എൻ്റെ ദൗത്യം പൂർത്തിയാക്കുക. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.